RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന അണ്ടർ 20 വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിലെ 2-0 അർജന്റീനയെ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അണ്ടർ 20 പുതിയ ചാമ്പ്യന്മാരായിരിക്കുകയാണ് മൊറോക്കോ ആദ്യമായിട്ടാണ് ഈ ഫൈനലിൽ എത്തുന്നത്. ഫൈനലിൽ തന്നെ അവർ ശക്തരായ അർജന്റീന എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യമാണ് അവരുടെ 7ാം കിരീടത്തിന് വേണ്ടിയാണ് അവർ ഇറങ്ങിയത്. എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ എല്ലാവരും പറഞ്ഞത് അർജന്റീനയ്ക്കാണ് കിരീട സാധ്യത എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. പക്ഷെ അർജന്റീനയെ തുടക്കം തന്നെ നെട്ടിച്ചുകൊണ്ടാണ് മൊറോക്കോ വേൾഡ് കപ്പിൽ മുത്തമിട്ടത്. എന്താന്ന് പറഞ്ഞാൽ കളി തുടങ്ങിയപ്പോൾ തന്നെ മൊറോക്കോന്റെ ഇത് വ്യക്തമാണ്. മൊറോക്കോ പരമാവധി അറ്റാക്കിംഗ് മൂഡിലായിരുന്നു കളി തുടങ്ങിയത്. അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടായിരുന്നു നമ്മുടെ അർജന്റീന കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ഫലമായിട്ട് തന്നെ 12ാം മിനിറ്റിൽ തന്നെ പെനാൽറ്റി ബോക്സിൽ നമ്മുടെ യാസിറും അതേപോലെ സാബറിയും അതേപോലെ നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പറും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായി. റെഡ് കാർഡും പെനാൽറ്റിക്കും വേണ്ടിയിട്ട് വാർ ചെക്ക് ചെയ്തെങ്കിലും വാറിൽ പെനാൽറ്റി ബോക്സിന് തൊട്ട് പുറത്ത് വെച്ചിട്ടായിരുന്നു ഫൗൾ ചെയ്യപ്പെട്ടതിന് അതിനായിട്ട് ഫ്രീ കിക്ക് കിട്ടി. ഫ്രീ കിക്ക് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുന്ന മുമ്പ് മൊറോക്കോന്റെ സാബിർ ഈ ചങ്ങായി ഗോൾ വലയുടെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ഒരു മഴവിൽ കിക്ക് എടുത്ത് അതോടുകൂടി അർജന്റീനയുടെ കയ്യിൽ നിന്ന് കളി പോവാന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫിനിഷിങ്ങും അതേപോലെ ഒരു ടീം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിയാണ്. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഗോൾ അടിക്കണം, സമനില നേടണം, ആ ഒരു ടൈമിനുള്ളിൽ 24ാം മിനിറ്റിനുള്ളിൽ ഒരു കൗണ്ടറിലൂടെ ആ ചങ്ങായി 7ാം നമ്പർ ജേഴ്സിയെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം ചങ്ങായി നേടിയിരിക്കുന്നത്. ആളുടെ ഒരു സുന്ദരമായ അസിസ്റ്റിലൂടെ സാബരി 2ാമത്തെ ഗോളും അർജന്റീനയുടെ വലം കുലുക്കി. പിന്നെ അർജന്റീനയ്ക്ക് ഗത്യന്തരമില്ല, എങ്ങനെ 2 ഗോൾ അടിക്കണം, സമനില നേടണം, ജയിക്കണം എന്നുള്ള ഒരേ വാശിയാണ്. പക്ഷെ ആ വാശി ഡിഫൻസിൽ സ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കളി പോകുന്ന സമയത്ത് വിങ്ങുകളിലോട്ട് ബോൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫാസ്റ്റ് ഗെയിം ആവുന്നുണ്ട്. പിന്നെ ഇടുന്ന ക്രോസുകളും അതേപോലെ പാസുകളും എല്ലാം തന്നെ മൊറോക്കോയുടെ ഡിഫൻസ് അതിസുന്ദരമായിട്ടും ഗോൾ കീപ്പർ. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിയാണ്. ഇത്രയും കളി ഞാൻ ഏകദേശം സെമി ഫൈനലിൽ ക്വാർട്ടർ ഫൈനലിലൊക്കെ അർജന്റീനയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അർജന്റീന കളിച്ചത്. അതിലൊക്കെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ പാസിംഗ് ഇതൊക്കെ അക്കുറേസിയൊക്കെ പാസിംഗ് ഒക്കെ നല്ല രസമായിട്ടുള്ളതാണ്. അതേപോലെ ഇന്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നതാണ്. ഇത് എന്താ പറയാന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളി വന്നപ്പോൾ തന്നെ പോയി തീരുമാനമായത് ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും തിരിച്ചടിക്കാനും പോകുന്നില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് കളി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് 2 ഗോൾ ലീഡ് നേടിയപ്പോൾ മൊറോക്കോ കട്ട ഡിഫൻസിലേക്കാണ്. ഈ ഡിഫൻസിനെ പുലർത്തിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എന്താ പറഞ്ഞാൽ 2 വിങ്ങിന്നും വരുന്ന അറ്റാക്കുകൾ മൊറോക്കോന്റെ ഡിഫൻസും മിഡ്ഫീൽഡും തടയുന്ന പറഞ്ഞാൽ 1-2 പ്ലേയേഴ്സ്, ഒരു പ്ലെയർ വരുന്ന സമയത്ത് 2 പ്ലേയേഴ്സ്, അതുപോലെ സപ്പോർട്ടിങ് കിട്ടുന്നില്ല അർജന്റീനയ്ക്ക്. അർജന്റീന പിന്നെ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. പെനാൽറ്റി ബോക്സിന് പുറത്തോടും അതേപോലെ സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് കിക്കുകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് നേരെ 1-2 പോലും വന്നിട്ടില്ല. വന്നതൊക്കെ ഗോൾ കീപ്പർക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതെന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു 30ാം മിനിറ്റിലോ 35ാം മിനിറ്റിലോ അങ്ങനെ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടായിരുന്നു. ഇതിൽ അർജന്റീന 2 വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സും തമ്മിൽ അടിയായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ അടിയെന്നല്ല, ഞാൻ എടുക്കാം നീ എടുക്കാന്നുള്ളൊരു സംസാരം. അവിടെ തന്നെ അർജന്റീനയുടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് മനസ്സിലായത് ഈ കളി മുന്നോട്ട് പോക്ക് ഇങ്ങനെയായിരിക്കും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ വരുത്തി. പക്ഷെ എനിക്ക് പറയാനുള്ളത് മൊറോക്കോ, ഞാൻ ഇതിനു മുമ്പത്തെ പ്രിവ്യൂ വീഡിയോ ചെയ്തിൽ തന്നെ മൊറോക്കോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറോക്കൻ ഇനിയുള്ള ജനറേഷനിലേക്ക് പുതിയ ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഹക്കീമുടെ തലമുറക്കാരായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഒരുപാട് കളികൾ വിജയിച്ച് ഒരുപാട് പ്രശംസ നേടിയതാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു വേൾഡ് കപ്പിൽ ക്വാളിഫയർ നേടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുതൽക്കൂട്ടായിട്ട് അണ്ടർ 20 ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവരുടെ മെച്യൂരിറ്റിയാണ് കളിയിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫൈനലിൽ വരുന്ന ഒരു വെപ്രാളോ കാര്യങ്ങളൊന്നും അല്ലാണ്ട് അതിസുന്ദരമായിട്ടാണ് അവർ കളിച്ചത്. ശരിക്കും അർജന്റീനയ്ക്കായാലും ചിലപ്പോൾ ഓവർ കോൺഫിഡന്റ് കൊണ്ട് ആയതാണെന്ന് അറിയില്ല, എല്ലാ പ്ലേയേഴ്സും എന്താ പറഞ്ഞാൽ ഒരു ഗോൾ അടിച്ച് രാജ്യത്തിന് വേണ്ടി ഒരു കപ്പ് നേടുക എന്നുള്ള ആ ഒരു ഇതിലാന്ന് തോന്നുന്നു അർജന്റീന പ്ലേയേഴ്സ് എല്ലാം ഒരു എന്താ പറയുക, എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ഒരു സ്വാർത്ഥത അതായിരുന്നു എനിക്ക് എല്ലാ പ്ലേയേഴ്സിലും കണ്ടത്. മിക്കവാറും ഉള്ള പ്ലേയേഴ്സിലെ കളിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ബെസ്റ്റ് ഗോൾ കീപ്പർ അർജന്റീനയുടെ ഗോൾ കീപ്പർക്കാണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആളും അന്നത്തെ കളിയിൽ ഒരു എന്താ പറയാ, ഒരു വെപ്പാളം പിടിച്ചതും ഒരു ഫൈനലിൽ കയറിയതിന്റെ എന്തൊക്കെയോ ഒരു ഇത് ഉണ്ടായിരുന്നു അർജന്റീന മൊത്തത്തിൽ. എനിക്ക് കോച്ച് മുതൽ എല്ലാ ഭാഗത്ത് നോക്കുമ്പോഴും അർജന്റീന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കളി കൈവിട്ടതോടുകൂടിയിട്ട് ഫൗളുകളും കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി. അതേപോലെ ലക്ഷ്യബോധമില്ലാതെ കിക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റേഡിയത്തിന്റെ പുറത്തോട്ട് വരെ പോയിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. എന്താണ് അത്രയും മോശമായിട്ടുള്ള കിക്കുകളൊക്കെ ആയിരുന്നു. ശരിക്കും പാസ് കൊടുക്കേണ്ട ഒരുപാട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. പാസ് കൊടുത്ത് ഗോളാക്കേണ്ട ഫ്രീ ആയിട്ട് നിൽക്കുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു. അതൊന്നും അർജന്റീന പ്ലേയേഴ്സ് മുതലെടുത്തില്ല. എന്തായാലും അർഹിച്ച ഒരു തോൽവിയാണ് അർജന്റീന നേരിട്ടത്. അതേപോലെ തന്നെ അർഹിച്ചൊരു വിജയമാണ് മൊറോക്കോ ഇതോടുകൂടിയിട്ട് ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അർജന്റീന 6 തവണയും ബ്രസീലാണ് 2ാം സ്ഥാനത്തുള്ള 5 തവണയും.
ഈ മൊറോക്കോ എന്ന് പറയുന്ന ടീം നിസാരക്കാരല്ല. അവർ തോൽപ്പിച്ചതൊക്കെ വമ്പന്മാരാണ്. നമ്മുടെ സിൽവിയിൽ പറയുന്ന ഡയലോഗ് പോലെ അവര് തോൽപ്പിച്ചതൊന്നും നിസ്സാരക്കാരല്ല. സ്പെയിനിനെ തോൽപ്പിച്ചിട്ടുണ്ട്, ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ രണ്ടുപേരും തോൽപ്പിച്ച് ബ്രസീലിനെ പുറത്താക്കിയിട്ടാണ് അവർ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലൊക്കെ ഫ്രാൻസിനെയാണ് സെമിഫൈനലിൽ പൊട്ടിച്ചത്. അപ്പൊ അറിയാലോ അവര് നിസ്സാരക്കാരല്ല. ഈ വേൾഡ് കപ്പിലും അണ്ടർ 20 ആണ് ഇപ്പൊ കഴിഞ്ഞ്, ഇനി വരാൻ പോകുന്ന ജൂലൈയിൽ വേൾഡ് കപ്പിലും മൊറോക്കോ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ സൃഷ്ടിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.